പിന്നെ അങ്ങോട്ട് ഇതിൻ്റെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, വിനീത് കുമാർ ഇതിനകത്തുണ്ട്, അദ്ദേഹത്തിന് നല്ലൊരു ക്യാരക്ടറാണ്. അതുപോലെ സിദ്ധാർത്ഥ് ഭരതൻ, ഓസ്കർ അലിയാണ് ലീഡ് റോള്. പിന്നെ ബാക്കി സപ്പോർട്ടിങ് ആക്ടേഴ്സൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമയിൽ അത്ര കണ്ടുവരാത്ത കുറേ മുഖങ്ങൾ ഇതിനകത്തുണ്ട്, പക്ഷേ എന്നാൽ പോലും അവരൊക്കെ നന്നായിട്ട് അവരുടെ ക്യാരക്ടേഴ്സിന് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്രൂ എടുത്ത് പറയേണ്ടത്, ഇതിലൊരു തിയേറ്റർ വൈബ്, സൗണ്ടിങ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. സൗണ്ട് പക്ഷേ സൈലൻസ് ഒന്നും അധികം യൂസ് ചെയ്തിട്ടില്ല, എങ്കിലും ഉള്ള ഒരു സാധനത്തിന് നന്നായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് സിനിമാറ്റോഗ്രാഫി. ഇങ്ങനെയുള്ള ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമാറ്റോഗ്രാഫി വീക്കായി കഴിഞ്ഞാൽ അവിടെ പോയി സാധനം. പക്ഷേ അതാ ഒരു കാടിൻ്റെ സംഭവം നന്നായിട്ട് ഈക്വലൊക്കെ എടുത്തിരിക്കുന്ന പോലെ അത്രയും ഗംഭീരമാണെന്ന് പറയുന്നില്ല, പക്ഷേ എങ്കിലും ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ നന്നായിട്ട് സിനിമാറ്റോഗ്രാഫി വർക്ക് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ഈ സിനിമയുടെ ഒരു സോളാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എടുത്ത് പറയേണ്ടത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഓഡ്വിൻ തോമസ്. ഇദ്ദേഹത്തിൻ്റെ വേറെ വർക്കുകളൊന്നും ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷേ നന്നായിട്ടുണ്ടായിരുന്നു. അതായത് സിനിമ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം നന്നായിട്ട് ഇദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു യങ്സ്റ്റർ ആണെന്ന് തോന്നുന്നു, പുതിയ ആളാണെന്ന് തോന്നുന്നു. അതുപോലെ അർജുൻ പ്രകാശ് എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രാഫി നവീൻ നജോസ്, സൂപ്പർബ് സിനിമാറ്റോഗ്രാഫി. അതുപോലെ വിഷ്ണു ഗോവിന്ദാണ് ഓഡിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്, അതും ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ള ഒത്തിരി സാധനങ്ങൾ, അതായത് ഈ സാധനത്തിനകത്ത് സൗണ്ട് വെച്ചുള്ള കളികളുണ്ടെങ്കിൽ മാത്രമേ ഈ എന്താണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് നന്നായിട്ട് നമുക്ക് വ്യൂവേഴ്സിലോട്ട് രജിസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അത് നന്നായിട്ട് സൗണ്ട് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്തിരി സൈലൻസ് കുറച്ച്, അതായത് നമുക്ക് ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ സൈലൻസ് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലുണ്ടല്ലോ, അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊന്നും അത്രത്തോളം എനിക്ക് കിട്ടിയില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് സൗണ്ടിങ് സൂപ്പറാണ്. അതിനൊത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ ആയപ്പോഴത്തേക്ക് ഓഡിയോഗ്രാഫി ഒരു ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു.